ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. 33-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ രണ്ട് വാക്യങ്ങൾ കാണുന്നു. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്, അവൻ നീതി ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലുള്ള, ദൈവത്തിൻ്റെ വാക്തത്വത്തിലുള്ള ഒരു വലിയ ഉറപ്പാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, യഹോവയുടെ വചനം നേരുള്ളത്, സത്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് വിശ്വസ്തതയുള്ളതാണ്. അത് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നതാണ്. അത് ഒരിക്കലും മാറത്തില്ല. അങ്ങനെയാണ് അവിടെ കാണുന്നത്. ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യത്തെ വായിക്കുമ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ആ വെളിപ്പാടുകളെ, അല്ലെങ്കിൽ അതിൻ്റെ നന്മകളെ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉറപ്പുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലെ പല ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വേണമെങ്കിൽ ഈ വചനത്തെ ഒന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു വാഹനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റോ, അല്ലെങ്കിൽ മനോഹരമായ ഏതെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, നമ്മളിത് ഒരു ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം വെച്ച് ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ആ ഒരു മനോഹാരിത, അല്ലെ അതിൻ്റെ ആ ഒരു യഥാർത്ഥ അന്തസത്ത എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കറിയുവാൻ പറ്റത്തില്ല. ഒരുപക്ഷെ കേട്ടറിഞ്ഞ് എന്നാൽ അനുഭവിച്ചറിയുന്നതും കേട്ടറിയുന്നതും രണ്ടാണ്. അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അതിനെ അനുഭവിച്ചറിയുമ്പോഴാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ആ വെളിപ്പാടുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ പ്രോഫിറ്റ്, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള നമുക്ക് വേണ്ടി എഴുതപ്പെട്ട നമ്മെക്കുറിച്ചുള്ള ആ വാക്തത്വങ്ങൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇപ്പോൾ പറഞ്ഞ സത്യങ്ങൾ, ദൈവത്തിൻ്റെ ആ വിശ്വസ്തതകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയാകത്തുള്ളൂ. ഞാൻ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു മനോഹരമായ കാർ ഇരിക്കട്ടെ, ആ കാറ് കണ്ടതുകൊണ്ട് കാര്യമായില്ല. ആ കാറിൻ്റെ അകത്ത് കയറി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം, അത് നമ്മളെ വായിൽ വെച്ച് നാക്കുകൊണ്ട് രുചിച്ച് അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് അനുഭവിക്കുവാൻ, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഗുണങ്ങളും എല്ലാം അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വായിച്ച് വെറുതെ വിടുന്നതിലല്ല, അതിനെ ജീവിതത്തിൽ വെളിപ്പാടായി ഏറ്റെടുത്തുകൊണ്ട് നമുക്കതൊരു അനുഭവമാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് തിരിഞ്ഞ് കറങ്ങി വന്നൊന്ന് ചിന്തിക്കാം. എന്തുവാണ് ഇവിടെ പറയുന്നത്? കർത്താവിൻ്റെ വചനം നേരുള്ളത്, സത്യമാണ്, അത് വിശ്വസ്തമാണ്, അത് വിശ്വസ്തതയുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇതിനെ അങ്ങോട്ട് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, അതിൽ വിശ്വസിക്കുക, അതിനെ വിളിച്ചു പറയുക. എന്താണ് കർത്താവിൻ്റെ വിശ്വസ്തത? കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ സത്യങ്ങൾ എന്താ, കർത്താവ് എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പെറ്റമ്മ മറന്നാലും ആരൊക്കെ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് കർത്താവ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ? പിന്നെ അനവധി വാക്യങ്ങളുണ്ട്. അവൻ എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകത്തില്ല. അടുത്ത വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതയായ അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആ പ്രോഫിറ്റ്, അതിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ, അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുവാനായിട്ട്, അത് പ്രാബല്യത്തിൽ, അതിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ കാര്യം വിശ്വസ്തതയാണ്. അത് നിറപടിയായി നിറവേറുമെന്ന് നമ്മളത് വിശ്വസിക്കണം. കർത്താവിൻ്റെ പ്രവൃത്തികളൊന്നും മോശമാകത്തില്ലല്ലോ. കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ?
ഈ ഭൂമിയിലെ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ അവൻ ഇവിടെ നിന്ന് പോകുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ലേ? വചനമുണ്ട്, ഞാൻ നരയ്ക്കോളം നിങ്ങളെ ചുമക്കാമെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ട്. അപ്പം ഇതിനെ കണ്ണുമടച്ചങ്ങോട്ട് വിശ്വസിക്കുക, അതിനെ വിളിച്ചു പറയുക, അതിനെ ഏറ്റെടുക്കുക. ഇതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോറായിരിക്കണം. ഈ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ആവശ്യമില്ലാതെ ആവലാതിപ്പെടും. വലിയ വലിയ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ സത്യവും ദൈവത്തിൻ്റെ ആ വിശ്വസ്തമായ സ്വഭാവങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആവലാതിപ്പെടും. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്നാണ്. അപ്പോൾ ഏതെല്ലാം പ്രതിസന്ധി വന്നാലും നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യം, അല്ലെങ്കിൽ നേര്. ആ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ പുലർത്തും, നീ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഞാൻ നിന്നെ നടത്തും. ഇല്ലേ, അങ്ങനെയല്ലേ 40 വർഷം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയപ്പോൾ ഈ 40 വർഷം കർത്താവ് അത്ഭുതം കൊണ്ടും അത്ഭുത പ്രവൃത്തികൾ കൊണ്ടും അവരുടെ കൂടെ ഇരുന്ന് നടത്തിയില്ലേ? അവരവിശ്വസ്തത കാണിച്ചതുമായിക്കൊള്ളട്ടെ, കർത്താവ് നടത്തിയില്ലേ? വിട്ടുപോയോ കർത്താവ്? ഇല്ല, കർത്താവ് നടത്തി. അവരുടെ അവിശ്വസ്തത നിമിത്തം പലപ്പോഴും ചില പ്രശ്നങ്ങളിലേക്ക് പോയെന്നല്ലാതെ കർത്താവ് മാറിയോ? കർത്താവ് അവിശ്വസ്തത കാണിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് സത്യമുള്ളവനാണ്. അതാണ് പറയുന്നത്, കർത്താവിൻ്റെ വചനം നേരുള്ളത്, സത്യമുള്ളത്, അത് വിശ്വസ്തമാണ്. അത് വിശ്വസിക്കാം നമുക്ക്. അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യും, ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം 5-ാമത്തെ വാക്യത്തിലെ അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ടിടയായി തീരുന്നത്. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. എത്ര വലിയ സത്യമായ കാര്യമാണ്. കർത്താവിനെ അറിയാത്തവരും അറിഞ്ഞവരും എല്ലാം അനുഭവിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ ദയ. ഈ ഭൂമിയിലെ മഴയും ചൂടും മഞ്ഞുകാലവും എല്ലാ കൃഷിക്ക് ആവശ്യമുള്ളതും എല്ലാ കാലഘട്ടവും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല, എല്ലാ മനുഷ്യരും ഇതിൻ്റെ നന്മകൾ അനുഭവിക്കുന്നുണ്ട്. ഇരുന്ന് ശ്വാസം വലിക്കുന്നു, ഈ ഓക്സിജൻ വലിക്കുന്നു. ഭക്തന്മാരായവരും അല്ലാത്തവരും ദൈവത്തിൻ്റെ ഈ ദയയുടെ, ഈ കൊടുക്കുന്ന ദയ, ഈ കൊടുക്കുന്ന നന്മയുടെ ഭാഗം അനുഭവിക്കുന്നില്ലേ? ദൈവത്തെ ദുഷിക്കുന്നവനും ഇത് വലിച്ചു കയറ്റുന്നുണ്ട്, അല്ലേ? അങ്ങനല്ലേ? ഇനി പ്രകൃതിയിലേക്ക് നോക്കില്ല, എത്രയോ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ദയ കൊണ്ടല്ലേ ജീവിക്കുന്നത്? അവർ പഠിച്ചിട്ടാണോ? അവരധ്വാനിച്ചിട്ടാണോ? അവരെന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? അവർ രാവിലെ ഇറങ്ങുന്നു, അവർക്കുള്ള ദൈവം ഒരുക്കി കൊടുക്കുന്നു. അതല്ലേ കർത്താവ് പറയുന്നത്, നിങ്ങൾ കാക്കകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഈ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഓരോ ദിവസവും അതിനെ നടത്തുന്ന ദൈവത്തിൻ്റെ ദയ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, ദൈവത്തെ അറിയാത്തവർക്ക് കൂടി ദൈവം ഈ ദയ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദയ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രയധികം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യവും ദൈവം പറഞ്ഞിരിക്കുന്ന വചന വാഗ്ദത്തങ്ങളും ദൈവികമായ വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ അനുഭവിക്കാതിരിക്കും. തീർച്ചയായിട്ടും അനുഭവിക്കും. ആവലാതിപ്പെടരുത്, ദുഃഖിക്കരുത്, വിഷമിക്കരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഈ വചനത്തിൽ ആശ്രയിക്കുക. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആമേൻ. പ്രശ്നങ്ങൾ വരുമ്പോൾ കരയുവാനല്ല, നിലവിളിക്കുവാനല്ല, ഓടുവാനല്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് എന്ന് കർത്താവിനോട് ചോദിക്കുവാനാണ് പറയുന്നത്. ഇനി ബുദ്ധിമുട്ടാകട്ടെ, എന്താണ് കർത്താവ് പറഞ്ഞത്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തമാണ് ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തിരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഉറപ്പ്. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഒരു കാര്യം അതാണ് പറഞ്ഞത്, എൻ്റെ വചനത്തിൽ ഒരു നേരുണ്ട്, ഒരു സത്യമുണ്ട്, ഒരു വിശ്വസ്തതയുണ്ട്. അത് ഞാൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല, അത് നിശ്ചയമായിട്ടും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമ്പോൾ, അതിനെ അനുസരിക്കുമ്പോൾ, അതിലേക്ക് എന്ന് പറഞ്ഞാൽ വെളിപ്പാടിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഭവിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട്
കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ വഴി. അവൻ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ കർത്താവാണ് സത്യം. ആ കർത്താവിലേക്ക് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഭൂമിയിലുള്ള സകല വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ ദയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് പേര് വന്ന വചനം എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെന്ന് പറഞ്ഞാൽ, അധികാരം കിട്ടിയിരിക്കുന്നത് ആ അധികാരികളായ മക്കൾക്ക് എത്രത്തോളം ദൈവം കൊടുക്കും അല്ലേ? പിന്നെയും വചനമുണ്ട്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ ആമേ സ്തോത്രം, നമ്മുടെ അപ്പനെ എത്രയധികം തരുമെന്നാണ് അവിടെ ചോദിക്കുന്നത്. കർത്താവ് തന്നെ ചോദിക്കുക. എന്തുകൊണ്ട്? നമ്മൾ ആവലാതിപ്പെടുന്നു, നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ അതിലേക്ക്, ആ വെളിപ്പാടിലേക്ക് കയറുന്നില്ല. വെളിപ്പാട് നമ്മുടെ ജീവിതത്തിലെങ്കിൽ, വചന വെളിപ്പാടെന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എന്താണ് വെളിപ്പാട്. ഇപ്പോൾ വായിച്ച വേദഭാഗത്തിൽ കൂടി നമ്മൾ ഈ വെളിപ്പാടിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ കയറി, നമ്മൾ അതിനെ പിടിച്ചെടുത്ത് അതിലലിഞ്ഞ് ചേർന്ന് നമ്മൾ അങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ആ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ആ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, നീ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്, നീ അത് ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം, നീ അതിനെ വിളിച്ചു പറയണം. ഇങ്ങനെ അനവധി വാക്യങ്ങളും ആമേ സ്തോത്രം, വചന വെളിപ്പാടിനെ കുറിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരെങ്കിലും പ്രയാസപ്പെട്ട് ദുഃഖിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് ഉറപ്പായിട്ട് ശക്തിപ്പെടുത്തും. ഞാൻ പറഞ്ഞല്ലോ, കൂരിരുണ്ട താഴ്വരയും പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ ഉള്ളപ്പോൾ പോലും കർത്താവ് അതിൻ്റെ നടുവിൽ നമ്മെ നയിക്കും, കൂടെ ഇരിക്കും. ഇല്ലേ? 3 ബാലന്മാർ, എബ്രായ ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, 3 പേരും തീയുടെ ആമേൻ അടുത്ത നിമിഷം മുന്നിൽ ആമേൻ അതിൽ വീഴാൻ പോവുകയാണ്. പക്ഷെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവർ ദൈവത്തോട് കൂടെ നിന്നു. മരിച്ചാലും ജീവിച്ചാലും ദൈവത്തോടു കൂടെ അവർ നിന്നു. അപ്പോൾ പ്രശ്നങ്ങൾക്കകത്തുനിന്ന് ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള അചഞ്ചലമായ ഒരു വെളിപ്പാട് അവർക്ക് കിട്ടി. അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ നിന്നത്. ഇനി അപ്പോസ്തലന്മാരുടെ ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. പഴയ നിയമം എല്ലായിടത്തും തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം യോസേഫിൻ്റെ ജീവിതം, ദാവീദിൻ്റെ ജീവിതം. ഒന്നുമില്ലായ്മയുടെ നടുവിലും ആമേൻ ഇടയബാലൻ എന്നുള്ള പേര് കിട്ടിയപ്പോഴും ദാവീദ് തൻ്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. കാട്ടിൽ കിടക്കുമ്പോൾ പോലും ദാവീദ് പറയാൻ, എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ആരുമില്ല, പക്ഷെ ദൈവത്തോടു കൂടെ നടക്കുവാനിടയെത്തുന്നു അല്ലേ? യോസേഫിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണർ, പോത്തീഫറിൻ്റെ ഭവനം, കാരാഗ്രഹം, എവിടെയെല്ലാം പോയി, കർത്താവ് കൂടെ ഇരുന്നില്ലേ? അപ്പോൾ പ്രതികൂലങ്ങളിൽ തീർന്നു പോകുന്നതല്ല വെളിപ്പാടെന്ന് പറയുന്ന അതിൻ്റെ അപ്പുറത്ത് ഒരു ജയം നമുക്കുണ്ട്. നമുക്ക് പൗലോസിനെ തന്നെ നോക്കാം. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ അനേക പ്രതികൂലങ്ങൾ, വെല്ലുവിളികളെല്ലാം കണ്ടു. തളർന്നു പോകേണ്ടിയവനാണ്, പക്ഷെങ്കിൽ തളർന്നില്ല. പൗലോസ് പറയാണ്, ഞാൻ ഇതിലൊക്കെയും ജയം പ്രാപിച്ചിരിക്കുന്നു. അതിനെയൊക്കെ, ആ വെല്ലുവിളികളെല്ലാം ജയിച്ച് തൻ്റെ ആ ദൗത്യം പൂർത്തിയാക്കി, ആ വെളിപ്പാടിനനുസരിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പൗലോസ് വിളിച്ചു പറയുന്ന, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയുള്ളൊരു ജീവിതമാകട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോടൊന്നുകൂടെ ചേർന്ന് നടക്കാം. ഞാനത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കാം. കർത്താവിൽ നിന്ന് അകന്നു പോകുവാനല്ല. നമുക്ക് ഈ ഭൂമിയിലുള്ള നന്മയുണ്ട്. വചനത്തിൽ മുമ്പ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചിൽ കഷ്ടം. വചന വെളിപ്പാടിൻ്റെ അകത്ത് ഈ ഭൂമിയിലുള്ള സകല നന്മകളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഏറ്റവും ബെസ്റ്റായത്, ഏറ്റവും നല്ലതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് വചനം പറയുന്ന എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഭൂമിയിലുള്ളപ്പോൾ തന്നെ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനോടുകൂടെയുള്ള വലിയൊരു നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടുന്ന ഓട്ടം, നമുക്ക് കിട്ടുന്ന വെളിപ്പാടിൻ്റെയൊക്കെ ആകത്തുക ആ
നിത്യതയായിരിക്കണം. എന്നാൽ നാം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ അധികാരികളായിട്ട് തന്നെ നമ്മൾ ജീവിക്കുകയും വേണം. അങ്ങനെയുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ വചനമാണ് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ വചനം, ആ വെളിപ്പാടെന്ന നിലയിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. വെളിപ്പാടിലേക്ക് കയറുക. ആമേൻ. സ്തോത്രം.